ഇന്ത്യൻ രാഷ്ട്രീയ ചർച്ചകളിൽ കേൾക്കുന്ന പ്രധാനപ്പെട്ട ഒന്നാണ് പശു രാഷ്ട്രീയം. പ്രത്യേകിച്ചും UP, ഹരിയാന, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിൽ ഗോസംരക്ഷണം ചിലർ ഏറ്റെടുത്തു. ഇതിൽ മൂലം ആൾക്കൂട്ട കൊലപാതകങ്ങൾ വരെ അരങ്ങേറി. യഥാർത്ഥത്തിൽ ഈ ഗോസംരക്ഷണം പശുക്കൾക്കും കർഷകർക്കും തിരിച്ചടി മാത്രമാണ് നൽകിയത്. പശുവിപണി തകർന്നു. അലഞ്ഞുതിരിയുന്ന പശുക്കൾ കാർഷിക വിളകൾ നശിപ്പിക്കാൻ തുടങ്ങി. ഈ ലക്കം ട്രൂത്ത് ഇൻസൈഡ് അന്വേഷിക്കുന്നത് ഈ വിഷയത്തെക്കുറിച്ചാണ്. देखो बेचारे लोग ये सामने चाह रहे हैं, ठीक। ये सरकार में योजना है, जो काश्तकार सब बहाल होते हैं। 1 महीना हो गया हम खटिया और ये कतरी जाड़े ठंडे में कोहरा पानी में हम पड़े हुए हैं। सांड जो हमको जो खेत लेटे हुए हैं और 4 ठे जो सांड आ जाएं, कोनो कलम हम भाग नहीं सकते हैं, ठीक। हमारे लड़के बच्चे बर्बाद हो जाएंगे और हम जो फिर जान से चले जाएंगे। तो सबसे बड़ी सरकार जी सांड और गाय है। ഉത്തർപ്രദേശിലെ ബാരാബങ്കി ജില്ലയിലെ കൃഷിയിടത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത്. ലക്നൌവിൽ നിന്ന് 30 കിലോമീറ്റർ അകലെയുള്ള ജില്ല. അലഞ്ഞുതിരിഞ്ഞു നടക്കുന്ന പശുക്കൾ കൃഷി നശിപ്പിച്ച് നടന്നു നീങ്ങുന്നു. ഇത് ബാരാബങ്കിയിലെ മാത്രം കാഴ്ചയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഉത്തർപ്രദേശിലെ മിക്ക കൃഷിയിടങ്ങളിലും ഈ കാഴ്ച തന്നെയാണുള്ളത്. മഥുരയിലെ കൃഷിയിടങ്ങളിൽ നിന്നാണിത്. കൃഷിയിടങ്ങളിൽ മാത്രമല്ല, തിരക്കേറിയ റോഡുകളിലും അലഞ്ഞുതിരിഞ്ഞു നടക്കുന്ന കന്നുകാലികൾ. ഇവ കച്ചവടക്കാർക്കും യാത്രക്കാർക്കും ഒരുപോലെ ഭീഷണി ഉയർത്തുന്നു. नुकसान तो ये है, यहाँ पर जाम लग जाता है और हमारी सब्जी भी खा जाती है यहाँ पे, और एक्सीडेंट भी हो जाता है। जब कभी यहाँ पर कई एक्सीडेंट हो चुके हैं काफ़ी पहले, और कई घटना भी हो चुकी है यहाँ पर, लग चुके हैं हाथ पैरों में। आगे भी कई बम्बे पे गिर पड़े हैं, कई भी आदमी नुकसान हो गया उनका। അലഞ്ഞുതിരിഞ്ഞു നടക്കുന്ന കന്നുകാലികൾ ഉത്തർപ്രദേശിലെ ശരാശരിക്ക് താഴെയുള്ള കർഷകരെ വീണ്ടും ദുരിതത്തിലാക്കുകയാണ്. മഥുരയിലെ സിയാറ ഗ്രാമത്തിൽ 1/2 ഏക്കർ മാത്രം കൃഷിയിടമുള്ള ഗുരുദയാൽ സിംഗിന്റെ ജീവിത ചിത്രം തന്നെ നോക്കാം. പ്രായം 65 കഴിഞ്ഞു. തൂമ്പയുമായി കൃഷിപ്പണി തന്നെ. കാലത്തിനനുസരിച്ച് ചോളവും ഗോതമ്പും കടുകുമെല്ലാം കൃഷി ഇറക്കും. ഇപ്പോൾ ഗോതമ്പ് കൃഷിയാണുള്ളത്. 1/2 ഏക്കറിൽ നിന്ന് കിട്ടുന്നത് 2.5 ക്വിൻ്റൽ ഗോതമ്പ്. 10,000 മുടക്കിയാൽ 10,000 തന്നെ തിരിച്ചു കിട്ടും. അതിലപ്പുറമൊന്നുമില്ല. 2 ആൺമക്കളും അവരുടെ ഭാര്യമാരും കുട്ടികളും ഉൾപ്പെടെ 14 അംഗ കുടുംബം കഴിയുന്നത് ഇതുകൊണ്ടാണ്. അവിടേക്കാണ് കന്നുകാലികളും കൂടെ കയറിയിറങ്ങി ജീവിതം താറുമാറാക്കുന്നത്. परिवार में मतलब ये 10-12 आदमी हैं, जो उनको भोजन की पालना पड़ रही, भूसों की पालना पड़ रही, गोबर उतना बच रहा भैंसने के नीचे, चाय रह गई है बस कुल्ले. ഗുരുദയാൽ സിംഗിനെ പോലെ ദുരിതങ്ങളുടെ കഥ മാത്രമേ ഏറെ കർഷകർക്കും പറയാനുള്ളൂ. गेहूं की खेती ज़्यादा है मेरे यहाँ, आलू है, पर गेहूं की खेती में ज़्यादा नुकसान हो रहा है। 3 बार खा लिया फसल को, अब निकलने वाले नहीं है, ढूंढ रह गए थोड़े. चारा खत्म, हमारे यहाँ का दुर्दशा खराब. किसान बहुत ज़्यादा परेशान है मतलब ये, और बाल निकल रही है और बाल सुन नहीं खा रहे हैं, और वो 2 बजे तक 3 बजे तक रहते हैं, और दिन और रात लठ बजा रहे हैं, पर रुकत रहा है सामने. ഉത്തരേന്ത്യയിലെ കൊടും ശൈത്യത്തിലും കൃഷിയിടങ്ങളിൽ കാവലിരിക്കുന്ന കർഷക ജീവിതം ഏറെ പ്രയാസകരമാണ്. ഇതുപോലുള്ള കൊച്ചുകൂരകളിലാണ് രാത്രി കഴിച്ചുകൂട്ടുന്നത്. പ്രായമായ കർഷകരും വിദ്യാർത്ഥികളും കുട്ടികളും കാവലിനായെത്തും.
കന്നുകാലികളുടെ ആക്രമണത്തിനും ഇവർ ഇരയാക്കപ്പെടുന്നു. क्योंकि हम लोग सुबह अपनी स्टडी करते हैं, शाम को खेतों में गाय रखाने जाते हैं प्रॉपरली, फिर सुबह एग्जाम वगैरह के लिए जाना पड़ता है और गाय कम है, बाजार ज़्यादा हैं, उसके लिए रात को हमें 10-10 बजे 11-11, 12-12 भी बज जाते हैं, ठंड भी बहुत तेज़ है। एक हफ्ते से एक किसान यहाँ पर पलंगदारे लेट रहा है, उसके छोटे छोटे बच्चे घर में हैं, अगर उसको सांड यहाँ मार दें तो उसके बच्चों को सरकार नहीं देखेगी। കൂടിയ കൃഷിച്ചെലവും കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലക്കുറവും മൂലം ഇപ്പോൾ തന്നെ ദുരിതത്തിൽ കഴിയുന്ന കർഷകർ വിളകൾ സംരക്ഷിക്കാൻ വീണ്ടും പ്രയാസപ്പെടുകയാണ്. കന്നുകാലികളിൽ നിന്ന് സംരക്ഷണം തേടി കമ്പിവേലികൾക്കായി പണം മുടക്കേണ്ടി വരുന്നു. അലഞ്ഞുതിരിയുന്ന പശുക്കൾ കർഷകരുടെ സ്വൈരജീവിതം കൂടിയാണ് തകർത്തുന്നത്. കഷ്ടിച്ച് 1/2 ഏക്കറും ഭൂമിയില്ലാതെ പാട്ടത്തിന് കൃഷി ചെയ്യുന്ന കർഷകരും കൃഷിയിടം വളച്ചുകെട്ടി സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് മുൻപ് ആലോചിക്കേണ്ടി വന്നിട്ടില്ല. എന്നാൽ കന്നുകാലികൾ വിള നശിപ്പിക്കുന്നത് തടയാൻ കാവലിരുന്നത് കൊണ്ട് മാത്രമായില്ല, പകരം മുള്ളുവേലികൾ കെട്ടി ഉയർത്തേണ്ടി വന്നു. കെട്ടുറപ്പുള്ള വേലി നിർമ്മിക്കേണ്ടി വന്നതോടെ ഇതിനുള്ള സാധനങ്ങളുടെ വിലയും വർദ്ധിച്ചു. किसानों अपने खेतों के चारों तरफ बाड़ लगाते हैं कटीले तारों की, तो ये पहले 50 रुपये किलो के या 45 रुपये किलो के आसपास आ रहा था ये तार जो है, और अभी इसका क्योंकि बहुत ज़्यादा खपत हुई है इसकी वजह से इसका रेट बढ़ करके 90-95 रुपये किलो तक पहुंच गया है, तो दुगना हो गया रेट इसका। तो एक तो ये नुकसान हो रहा है किसानों को। मैं सुबह से लेकर के शाम तक और रात को भी 3-3 बजे तक गायों में बैठता हूँ, खेती पर जाता हूँ, लेकिन वहाँ इतनी व्यवस्था ख़राब है कि गायें तारों को तोड़ तोड़ करके अंदर जा रही हैं, कोई सुन नहीं पा रहा है। हम लोग इतने परेशान हैं कि अपने रिश्तेदार से भी नहीं मिल पाते हैं। हम कोई रिश्तेदार भी आ जाए, मैं किसी रिश्तेदारी में नहीं जाता हूँ, मेरी आंखें अभी सूजी हुई हैं, रात को बैठता हूँ 3-3 बजे तक। ഇങ്ങനെയെല്ലാം നോക്കിയിട്ടും കൂട്ടത്തോടെ കൃഷിയിടങ്ങളിലേക്ക് കയറിയെത്തുന്ന പശുക്കളെ കർഷകർ സമീപത്തുള്ള സ്കൂൾ വളപ്പിലേക്ക് കയറ്റിവിടുന്ന സംഭവമുണ്ടായി. മധുരയിലെ കാരക് ഗ്രാമത്തിലായിരുന്നു ഈ സംഭവം അരങ്ങേറിയത്. 300-ലധികം പശുക്കളുണ്ടായിരുന്നു. ഇതിൽ 3 എണ്ണം ചത്തുപോകുകയും ചെയ്തു. ഈ സംഭവത്തിനെ തുടർന്ന് കാരബിനും സമീപത്തുള്ള 4 ഗ്രാമങ്ങളിലുമുള്ള 200 പേർക്കെതിരെ പോലീസ് FIR ഇടുകയായിരുന്നു. കേസിൽ ഉൾപ്പെടുത്താതിരിക്കാൻ പണം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. कछु फोटोग्राफी बना रखी है, कछु हतका बालक है बुने की फोटोग्राफी बना रखी है, बुने पकड़ रहे नहीं रहे, जो नौकरी इलाके के बालक हैं बुने पकड़ रहे हैं और रिकवरी कर रहे हैं, काऊ पे 10,000, काऊ पे 20,000, काऊ पे 5,000, ये तो गाय बंद करने को कारण है। ഇതുകൂടാതെ കൃഷിയിടത്തിൽ അതിക്രമിച്ച് കടക്കുന്ന കന്നുകാലികളെ അടിച്ചോടിക്കാൻ ശ്രമിച്ചാൽ പശുക്കളെ മർദ്ദിച്ചുവെന്നാരോപിച്ച് കർഷകരുടെ പേരിൽ കേസെടുക്കും. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും പ്രയാസങ്ങൾ നേരിടുകയാണ് കർഷക സമൂഹം. എന്തുകൊണ്ടാണ് ഈ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയത്? ആവാസ വ്യവസ്ഥയുടെ ഭാഗം കൂടിയാണ് കന്നുകാലികൾ. കഴിഞ്ഞ 1 വർഷമായി ഇതെല്ലാം താറുമാറായി കിടക്കുന്നു. പോറ്റി വളർത്തിയ കന്നുകാലികളെ ശത്രുക്കളെ പോലെ കർഷകർ കാണുന്ന അവസ്ഥാവിശേഷം, ഇതിനിടയാക്കിയ സാഹചര്യം എന്താണെന്ന് കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഉത്തർപ്രദേശിൽ പശുക്കളുടെ സംരക്ഷണം, ഗോവധ നിരോധനം തുടങ്ങിയവ രാഷ്ട്രീയമായി ഉപയോഗിക്കപ്പെട്ടു തുടങ്ങിയിട്ട് നാളേറെയായി. 2017 മാർച്ചിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അധികാരമേറ്റെടുത്തതിനെ തുടർന്നാണ് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ നേരെയുള്ള ആക്രമം വർദ്ധിച്ചത്. ഗോരക്ഷകർക്ക് ഭരണകൂട സംരക്ഷണം കൂടി ലഭിച്ചപ്പോൾ ആൾക്കൂട്ട കൊലപാതകങ്ങളുടെ എണ്ണവുമേറി. ദാദ്രിയിൽ വീട്ടിൽ പശുമാംസം സൂക്ഷിച്ചുവെന്നാരോപിച്ച് തല്ലിക്കൊന്ന 55-കാരനായ മുഹമ്മദ് അഖ്ലാഖ്, ദാദ്രിയിൽ നിന്ന് 10 കിലോമീറ്റർ മാത്രം അകലെയുള്ള ഹാപ്പൂരിൽ 45-കാരനായ കാസിം ഖുറേഷി, ഒടുവിൽ പശുമാംസം റോഡിലിട്ട് പ്രതിഷേധിച്ച ബജ്രംഗ് ദൾ പ്രവർത്തകരെ തടയാനെത്തിയ സുബോധ് കുമാർ എന്ന പോലീസുകാരൻ. കൊലപാതകങ്ങൾ തുടരുന്നു. ഇതെല്ലാം മൂലം കർഷകർ പശുക്കളെ മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകാൻ പോലും ഭയപ്പെട്ടു. അപ്പോൾ ഈ കഴിഞ്ഞ 5 കൊല്ലത്തിനിടയിൽ 60-ലധികം കർഷകരെയാണ് ഈ ഗോരക്ഷയുടെ പേരിൽ കൊല്ലപ്പെട്ടത് ഈ 5 കൊല്ലത്തിനിടയിൽ. പക്ഷേ ഇവർ സൃഷ്ടിച്ചൊരു സാഹചര്യം, ഒരു അറ്റ്മോസ്ഫിയർ ഓഫ് ഫിയർ, അതിൽ കർഷകർ അൺപ്രൊഡക്റ്റീവ് കാറ്റലിനെ വിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ കർഷക സംഘത്തിൻ്റെ ഡിമാൻഡ് ഈ അൺപ്രൊഡക്റ്റീവ് കാറ്റലിനെ സർക്കാർ തന്നെ മാർക്കറ്റ് റേറ്റിൽ കർഷകരെടുത്തുനിന്ന് വാങ്ങിക്കണം.
ഇന്ന് അത് നടക്കുന്നില്ല. 2017 കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന മൃഗങ്ങളോടുള്ള അതിക്രമം തടയുന്ന നിയമം വലിയ രീതിയിലാണ് UP പോലെയുള്ള സംസ്ഥാനങ്ങൾ ദുരുപയോഗം ചെയ്തത്. നിയമവിരുദ്ധമാണെന്നാരോപിച്ച് അറവുശാലകൾ അടച്ചുപൂട്ടി. കറവയറ്റ പശുക്കളും പ്രത്യുൽപാദന ശേഷിയറ്റ കാലികളും കർഷകർക്ക് ബാധ്യതയായി. പോറ്റാനും വിൽക്കാനും പറ്റാത്ത അവസ്ഥ. കന്നുകാലി വിപണി തകർന്നതോടെ ഗതികെട്ട കർഷകർ ഇവയെ തെരുവിലേക്ക് അഴിച്ചുവിട്ടു. कोई खरीदने के लिए व्यापारी तैयार नहीं है। पहले खरीद के ले जाते थे गाँवों से, लेकिन अभी कोई खरीदता भी नहीं है इसकी डर की वजह से कि इस पर जो है गौवध जो है प्रतिबंध लगाया हुआ है सरकार ने। व्यापारी लोगों का जो है धंधा ज़्यादातर 60% मुसलमान ही जो है ये धंधा करते थे, व्यापार करते हैं इनका। देखिए, उनका गौरक्षा समिति वाले जो हैं वो इस नुकसान के बारे में कोई बात नहीं कर रहे। वो ये मांग नहीं उठाते कहीं भी जा करके। वो केवल एक ही काम करते हैं कि कहीं कोई गाय को अपनी को लेके जा रहा है और या कहीं कुछ कर रहा है तो उस पर वो जो उसको पकड़ लेते हैं, उसकी मारपीट करते हैं और उसमें जाति और या धर्म के आधार पर लोगों के साथ भेदभाव ज़्यादा किया जा रहा है उसमें। 40,000-നും 50,000-നും അടുത്ത് വില ലഭിച്ചിരുന്ന കന്നുകാലികൾക്ക് വെറും 15,000-ൽ താഴെ മാത്രമാണ് ഇപ്പോൾ വില. ക്ഷീരകർഷകരും ഏറെ പ്രയാസപ്പെടുന്നു. അലിഗഡിനടുത്തുള്ള ടപ്പൽ ഗ്രാമത്തിലെ രത്തൻ സിംഗ് കന്നുകാലികളെ പോറ്റാൻ തുടങ്ങിയിട്ട് 27 വർഷമായി. 242 പശുക്കളുണ്ട്. ഇവയെ വളർത്താൻ തന്നെ നല്ലൊരു തുക വേണം. कोई फायदा नहीं। देखो 2-2, 3-3 लबारे एक एक गाय के नीचे लग रहे हैं जी। थोड़ो थोड़ो दूध दें जी, उनके लबारे पल ना रहे जी। कोई गाय ब्याती है, कोई ना ब्याती है। 10 लीटर 8 लीटर इतना दूध होता है जी रोजाना। इन पे से लबारे, इन पे से प्याके जी। छोटा बच्चा से भी इतना प्यार है, बड़े से भी इतना प्यार है। ये सब अंदर रहती हैं जी, मैं बाहर सोता हूँ जी। मैं खुद ही इन पे रहता हूँ जी। इनकी पूरी सेवा कर रहा हूँ जितनी वो बन रही है। 27 साल के करीब है जी वो सेवा करते करते। अब तक तो गाँव में तो सेवा कर ले। 2012 ലൈവ് സ്റ്റോക്ക് സെൻസസ് പ്രകാരം ഉത്തർപ്രദേശിൽ 2 കോടി കന്നുകാലികളുണ്ട്. 6 വർഷം പിന്നിടുമ്പോൾ ഇതിന്റെ എത്ര ഇരട്ടി കൂടി എന്നത് അനുമാനിക്കാവുന്നതേയുള്ളൂ. ഉൽപാദനശേഷിയില്ലാത്ത കന്നുകാലികളെ കർഷകരിൽ നിന്നും സർക്കാർ ഏറ്റെടുക്കണമെന്നതും നടപ്പിലാക്കുന്നില്ല. ഒരു വശത്ത് ഗോസംരക്ഷണം ഉറപ്പുവരുത്തുമ്പോഴും മാംസക്കയറ്റുമതിയിൽ ഇന്ത്യ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു ഭാഗത്ത് അങ്ങനെ പ്രോത്സാഹിപ്പിക്കാനും പിന്നെ സ്ലോട്ടർ ഹൗസിന് മോദി തന്നെ സബ്സിഡി കൊടുക്കണം. അപ്പോൾ വേറൊരു ഭാഗത്ത് നിരോധനത്തിന് വേണ്ടിയിട്ട് സമരം ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പശുവിന് വേണ്ടിയിട്ട് ഒരാളെ കൊല്ലുക. സ്ലോട്ടർ ഹൗസിന് പ്രോത്സാഹനം കൊടുത്തിട്ട് ആയിരക്കണക്കിന് കൊല്ലിക്കുക. അപ്പോൾ പിന്നെ അത് തന്നെ മനസ്സിലാക്കാമല്ലോ ഗംഭീരമല്ല എന്നാൽ. ഗംഭീരമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ആക്ഷൻ എടുക്കേണ്ട സമയത്ത് നമുക്ക് ആക്ഷൻ എടുക്കാം. അത് ചെയ്യണില്ല. അതുമാത്രമല്ല, ഇതിനടുത്ത് ഉത്തർപ്രദേശിൽ നിന്ന് ട്രക്കുകളിൽ ഈ സ്ട്രേ കാറ്റലിനെ നിറച്ചുകൊണ്ട് നേപ്പാൾ ബോർഡറിൽ കൊണ്ട് അങ്ങോട്ട് നേപ്പാളിലോട്ട് തള്ളുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. കർഷകർ രാത്രി ഉറക്കൊഴിഞ്ഞുകൊണ്ട് കൂട്ടമായിട്ട് വരുന്ന ഈ സ്ട്രേ കാറ്റലിനെ നേരിടാൻ വേണ്ടിയിട്ട് അത് കുറേ കർഷകർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അലഞ്ഞു തിരിയുന്ന പശുക്കളുടെ സംരക്ഷണത്തിനായി ഗോശാലകൾ നിർമ്മിക്കുക എന്നതാണ് UP സർക്കാർ കണ്ട പ്രതിവിധി. ഇതിനായി പല ഫണ്ടുകളും വകയിരുത്തി. 2019 ബജറ്റിൽ 647 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. എന്നാൽ നഗരങ്ങളിലോ ഗ്രാമങ്ങളിലോ ഗോശാലകൾ ഇനിയും യാഥാർത്ഥ്യമായിട്ടില്ല എന്നതാണ് വാസ്തവം. പശുക്കളെ സർക്കാർ സംരക്ഷിക്കുമെന്ന യോഗി ആദിത്യനാഥിന്റെ പ്രഖ്യാപനം എത്രത്തോളം നടപ്പിലാക്കി എന്നത് റോഡരികിലും മറ്റും നടക്കുന്ന ഈ കാഴ്ചകളിൽ നിന്ന് തന്നെ വ്യക്തമാകും. നഗര ഗ്രാമീണ മേഖലകളിൽ ഗോശാലകൾക്കായി കോടികളാണ് വിലയിരുത്തിയത്. എന്നാൽ മിക്കയിടത്തും ഒഴിഞ്ഞ പ്രദേശങ്ങൾ കണ്ടെത്തിയെന്നല്ലാതെ ഒന്നും നടന്നില്ല. बोलते हैं, आश्वासन देते हैं कि गौशाला खोलेंगे, ये करेंगे, वो करेंगे, मगर अभी तो कुछ नहीं हो रहा है। यहाँ तो गौशाला के लिए कुछ नहीं है। यहाँ कोई सुविधा नहीं है, कोई सुविधा नहीं है यहाँ पर। हमारे खेत में इतनी सारी गाय हैं कि यहाँ के पूरा एरिया में जाम लग जाता है। रोडों पर इतनी गाय डोल रही हैं कि अगर एक गौशाला भी कम पड़ जाएगी यहाँ पर। तो इसलिए गौशाला कम से कम होनी चाहिए अगर बजट में है तो। എന്നാൽ പഞ്ചായത്തുകളിൽ നിർമ്മിച്ച ഗോശാലകളാകട്ടെ ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്ന തരത്തിലായിരുന്നു. മധുരയിലെ റായ് ബ്ലോക്കിലുള്ള ഗോശാലയാണത്. ഗുപ്ത നഗർ എന്ന കോളനിക്കകത്തായി നിർമ്മിച്ചിരിക്കുന്നു. इसमें पहले ब्याह शादी मतलब गरीब गुरबा की बच्चों की मतलब जैसे शादी वगैरह है वो होती थी यहाँ पर प्रोग्राम। जिसके घर में ज़मीन नहीं है तो वो यहीं प्रोग्राम करते थे। अब इसमें गाय भैंस ये बांध दिए, 1 महीना हो गया। अभी हमारे यहाँ ग्राम पंचायत में तो 1 पैसा भी नहीं आया है।
उनने कोई जो है सरकारी कोई जो है आया है अधिकारी कर्मचारी कि तुम्हारे गांव में गौशाला बनाई जाएगी, आवारा गायों का साड़ों की जो है व्यवस्था की जाएगी, इतना पैसा सरकार की तरफ से आ गया है। कोई ना कोई बताने आया, ना कहने आया, ना कोई गायों साड़ों की व्यवस्था के लिए अभी तक कोई नहीं पहुंचा है। പശു രാഷ്ട്രീയവും ഗോശാലകളുമെല്ലാം തെരഞ്ഞെടുപ്പിൽ തിരിഞ്ഞുകുത്തുമെന്ന് ബോധ്യപ്പെട്ട യോഗി ആദിത്യനാഥ് ഈ വർഷത്തെ ബജറ്റിൽ 647 കോടിയാണ് ഗോസംരക്ഷണത്തിനായി പ്രഖ്യാപിച്ചത്. ഗ്രാമീണ മേഖലയ്ക്ക് 247.60 കോടിയും നഗരമേഖലയ്ക്ക് 200 കോടിയും കൂടാതെ ശ്രീകൃഷ്ണ ഗോശാലകൾക്ക് ബാക്കി ഫണ്ട് വകയിരുത്തി. ഇതിനു മുമ്പ് യു പിയിലെ തെരഞ്ഞെടുത്ത 12 ജില്ലാ ജയിലുകളിൽ ഗോശാലകൾ സ്ഥാപിക്കുന്നതിനായി 2 കോടി രൂപ അനുവദിച്ചിരുന്നു. ഇതിലൂടെ വെറുതെ ഇരിക്കുന്ന തടവുകാർക്ക് പശുപരിചരണം ധർമ്മബോധം വളർത്തുമെന്നായിരുന്നു കണ്ടെത്തൽ. പ്രതിപക്ഷ പാർട്ടിയായ സമാജ്വാദി പാർട്ടി ഈ നീക്കത്തെ വിമർശിക്കുകയും ചെയ്തു. പിന്നീട് ജില്ലാ പരിഷത്ത് തലങ്ങളിൽ 750 ഗോശാലകൾ തുറക്കുമെന്നും പ്രഖ്യാപനമുണ്ടായി. നിലവിൽ ഗോസേവാ ആയോഗ് പ്രകാരം 495 ഗോശാലകൾ ഉണ്ടെന്നാണ് കണക്കുകൾ. താങ്ങാവുന്നതിലും അപ്പുറം പശുക്കളെ കൊണ്ട് ഇതൊന്നും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുമില്ല. പശുക്കൾ ചത്തൊടുക്കുകയും ചെയ്യുന്നു. വളരെ ചുരുങ്ങിയ ഗോശാലകളാണ് നന്നായിട്ട് നടക്കുന്നുള്ളൂ. ബാക്കി പിന്നെ ഈ ഫണ്ടിങ് എടുക്കാനോ അല്ലെങ്കിൽ ഈ ഭൂമി കൈയാറാനോ അങ്ങനെയൊക്കെയുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇതുമാത്രമല്ല, അമ്പലങ്ങളൊക്കെ നോക്കിയാൽ മനസ്സിലാവും. 100 കണക്കിനോ അല്ലെങ്കിൽ 100 ഏക്കറില്ലെങ്കിൽ 10 ഏക്കറോ 5 ഏക്കറോ 50 ഏക്കറോ 100 ഏക്കറോ അങ്ങനെ അതിലും കൂടുതലുള്ള 400 ഏക്കറൊക്കെ ഗോചര ഭൂമികളുള്ള വില്ലേജുകൾ അനവധിയുണ്ട്. അപ്പം അതിനെയൊന്നും ഉപയോഗിക്കാണ്ട് അപ്പോൾ ഇവർ ഈ ഫണ്ട് കൊടുക്കുന്നു എന്നൊക്കെ ഇപ്പോഴാണല്ലോ, ഈ 4 വർഷം ഉണ്ടായപ്പോഴും അല്ലെങ്കിൽ ഇതിനു മുമ്പ് അവർക്ക് ചെയ്യാറുന്നു. രാജ്യത്തിന്റെ നട്ടെല്ലാണ് കർഷക സമൂഹമെന്ന് എല്ലാ ഭരണകൂടവും ഉറക്കെ പറയും. സമ്പന്ന ഇന്ത്യക്കായി ഇവരെ ശാക്തീകരിക്കുകയാണ് ലക്ഷ്യമെന്ന് ഊന്നിപ്പറയുകയും ചെയ്യും. ഇതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പ്രഖ്യാപനങ്ങൾ ഏറെ നടത്തുന്നു. എന്നാൽ ഇവയെല്ലാം രാജ്യത്തെ കർഷക സമൂഹത്തിന് എന്ത് മാറ്റമാണ് വരുത്തിയിട്ടുള്ളത് എന്നത് ചോദ്യമായി തന്നെ അവശേഷിക്കുന്നു. ഇത് ബാരാബങ്കിയിലെ കർഷകരുടെ പ്രതിഷേധത്തിന്റെ തീനാളങ്ങളാണ്. കൂടിയ ഉൽപാദന ചെലവിൽ കന്നുകാലികൾ പാടത്ത് കയറുന്നതും നോക്കി രാവും പകലും അധ്വാനിച്ച് വിളയിച്ചെടുത്ത നെല്ലാണ് കത്തിയെരിയുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ലക്നൗ ദേശീയപാതയിലായിരുന്നു ഈ പ്രതിഷേധം. സർക്കാർ മില്ലുകൾ യഥാസമയത്ത് നെല്ല് സംഭരിക്കാതിരിക്കുക, ഇടനിലക്കാരുടെ അഴിമതി, പണം ലഭിക്കാനുള്ള കാലതാമസം ഇതെല്ലാമായിരുന്നു പ്രതിഷേധത്തിനു കാരണം. हमारी खेती इस तरह से नष्ट हो रही है जिसका कोई जवाब नहीं है। साड़ों के द्वारा साड़ों की खरीदारी और गाय बैलों की खरीदारी ये सब बंद करके इधर साड़ उपजा दिए। उधर खेती बाड़ी जो है, जो धान पैदा किया है किसान, उस धान को कहीं बिक्री दिखा रहे हैं 1750 में और कहीं कुछ, लेकिन कहीं कुछ हो नहीं रही है। सब कागज़ पर, सब बातचीत के द्वारा हो रही है और कोई किसान ये नहीं कह सकता है कि हम 1100 से ज़्यादा का धान बेचे हैं। सरकार का समर्थन में 1700 रुपये और जबकि यहाँ का किसान का जो है वो मीडिएट के माध्यम से 1100-1200 रुपये में खरीदा जा रहा है। और जो है पेमेंट, एक तो जब वो आज बेचेगा तो उसको 2 महीने बाद पेमेंट मिलेगा। കർഷക രോഷം മണപൊട്ടിയൊഴുകുമ്പോൾ പ്രഖ്യാപനങ്ങളും ഒഴുകി വരും. 2014 ജൂലൈ 1 പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന മുതൽ 2019 ഇടക്കാല ബജറ്റ് പ്രഖ്യാപനങ്ങൾ വരെ ഇതിനുദാഹരണമാണ്. ഗോസംരക്ഷണത്തിന് രാഷ്ട്രീയ കാമധേനു യോജന, പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി തുടങ്ങി നിരവധി പദ്ധതികൾ. കഴിഞ്ഞ കൊല്ലം സെപ്റ്റംബറിൽ പ്രധാനമന്ത്രി അന്നദാത്ത ആയ് സുരക്ഷാ യോജന എന്ന ഒരു പ്രോഗ്രാം അനൗൺസ് ചെയ്തു. ഇന്ന് അവർ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി എന്നും പറഞ്ഞ് വേറൊരു പ്രോഗ്രാം. അന്ന് അനൗൺസ് ചെയ്ത ഈ പ്രോഗ്രാം കൊണ്ട് ആയ് സുരക്ഷിതായിരുന്നെങ്കിൽ, അത് സെക്യൂർ ആയിരുന്നെങ്കിൽ ഇന്ന് ഈ പോളിസീൻ്റെ ഒരു ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് സ്വാമിനാഥൻ കമ്മീഷൻ പറഞ്ഞ മാതിരി ഉൽപ്പാദന ചെലവിനേക്കാളും 50% കൂടുതൽ നൽകിക്കൊണ്ട് സംഭരിക്കണം എന്നാണ്. അത് മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ന് അവർ പറയുന്നത് 6000 രൂപ ഒരു ഹെക്ടറിന് നമ്മൾ നൽകും. ഒരു 2 ഹെക്ടറിന്
വരെയുള്ള കർഷകർക്ക് ഒരു കൊല്ലത്തിൽ നൽകും. 17 റുപ്യ മാത്രമാണ് ഒരു കർഷകന്. ബാരാബങ്കിയിൽ മാത്രമായി കർഷകരുടെ പ്രതിഷേധം ഒതുങ്ങുന്നില്ല. നാസിക്കിൽ നിന്ന് ലോങ് മാർച്ചുകൾ ആവർത്തിക്കുന്നു. ട്രാക്ടറുമായി കർഷകർ തെരുവിലേക്കിറങ്ങുന്നു. സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുക, താങ്ങുവില ഉയർത്തുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇതെല്ലാം സ്വാഭാവികമായ കാഴ്ചകളായി അവസാനിക്കുന്നുമില്ല. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇതിനുള്ള മറുപടി ഉണ്ടാകുമെന്ന് കർഷകർ ഉറക്കെ പറയുന്നു. अब चांस नहीं है, आगे लोकसभा ये चुनाव आ रहे हैं, इसमें कोई चांस नहीं है बीजेपी के लिए। तबाह हो गया, किसान बर्बाद हो गया। 5 साल देख लिया। पहले कुछ उम्मीद थी कि ये जो है सरकार नई सरकार आई है कुछ करेगी किसानों का भला, लेकिन किसान तो बर्बाद कर दिया. കർഷകരുടെ ഇടയിൽ വളരെ ക്ലിയർ ആയ ഒരു ഒപ്പീനിയൻ, BJP മോദി കിസാൻ വിരോധി. അപ്പോൾ വരും തിരഞ്ഞെടുപ്പിൽ ഈ സമരങ്ങൾ ഒരു അറ്റ്മോസ്ഫിയർ തീർച്ചയായിട്ടും ഈ സർക്കാരിനെതിരെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെ, ദുരിതങ്ങളുടെ കഥ മാത്രം പറയാനുള്ള കർഷകർക്ക് അതിന്റെ തോത് കൂട്ടുന്ന ഘടകങ്ങളിലൊന്നായി അലയുന്ന കന്നുകാലികൾ മാറി എന്നേയുള്ളൂ. ഗോസംരക്ഷണത്തിനെന്ന പേരിലുള്ള 750 കോടി അലയുന്ന പശുക്കളെ കൊണ്ട് വലയുന്ന കർഷകന് ആശ്വാസമാകട്ടെ എന്ന് പ്രത്യാശിക്കാം.